ഉമ്മയോട് ബാപ്പയോടെ പറയണത് എന്ത് ചെയ്യണം? മക്കൾക്ക് ഒരുപോലെ കൊടുക്കാൻ പാടുള്ളൂ. അനുജന് വീട് കൊടുക്കുന്ന ഏട്ടന്മാർക്കും പെങ്ങന്മാർക്കും ഒരു വിരോധമില്ല, കുഴപ്പമില്ല. പക്ഷെ ആ വീടിന്റെ മൂല്യം എത്രയാണോ ആ തത്തുല്യമായത് എല്ലാവർക്കും കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അല്ലെങ്കിൽ വീട് വിട്ടിട്ട് എങ്ങനെ കൊടുക്കേണ്ടി വരും? അല്ലെങ്കിൽ വീട് എടുത്തോട്ടെ, മറ്റവർക്ക് അവരുടെ ഹക്ക് ഈ ചെറിയ മോൻ കൊടുക്കണം. ജ്യേഷ്ഠന് വീടില്ല, പെങ്ങൾക്ക് വീടില്ല, അനുജന് വീടില്ല, ഈ ചെറിയ അനുജന് മാത്രം വീട്. അത് അനീതിയല്ലേ? നാട്ടിൽ പല മാമൂലുണ്ടാവേ. ചെറിയ മോന് വീട് കൊടുക്കുക, ബാക്കിയുള്ള വാടകപ്പരി താമസിക്കുക. അതൊന്നും ചെറുതായി എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഗുണോ ഓൻ്റെ മെച്ചോ ഓൻ്റെ കുറവോ ഒന്നുമല്ല. ഓൻ അവസാനം ജനിച്ചതെന്നുള്ളപ്പോൾ ഓൻ്റെ ഒരു കുഴപ്പമാണോ? ഓൻ്റെ നേട്ടമാണോ? ഒന്നുമല്ല. പക്ഷേ ആ അനുജന് ചെറിയ മോന് നിങ്ങൾ വീട് കൊടുക്കുന്നു, ഓക്കെ, എല്ലാവർക്കും സമ്മതമാണെങ്കിലോ എടുത്തോട്ടെ. പക്ഷേ ആ വീടിന്റെ മൂല്യം എത്രയാണോ തത്തുല്യമായത് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. മരിച്ചുപോയാൽ പിന്നെ മീറാത്തിന്റെ നിയമമുണ്ട്, അനന്തരാവകാശ നിയമമുണ്ട്. ആ നിയമം വെച്ചിട്ടാണ് ഓഹരി വെക്കുള്ളൂ. വാപ്പനെ മരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എന്ന് എൻ്റെ വസിയത്ത്. ആ വസിയത്തോടെ വെച്ചാൽ മതി. അള്ളാന്റെ നിയമമുണ്ട് ഇവിടെ. മരിച്ചു കഴിഞ്ഞാൽ ഈ വസിയത്ത് 1/3 മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ. ബാക്കി അനന്തരാവകാശ നിയമം എന്താണോ അതനുസരിച്ച് നടപ്പാക്കാൻ പാടുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ വേണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുണ്ടോ ആ സ്വത്ത് അനന്തരാവകാശ നിയമത്തിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അവിടെ വാപ്പാക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ, അങ്ങനെ വാപ്പ അവൻ ആ സ്ഥലം കൊടുക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ വാപ്പയുടെ മൊത്തം സമ്പത്തിന്റെ 1/3 മീതെ ഈ വസിയത്ത് വരാൻ പാടില്ല. 1/3 ഉള്ളിൽ പെടുന്ന സംഖ്യ ഉള്ളൂ എങ്കിൽ ഓക്കെ, വസിയത്ത് നടപ്പാക്കണം. ബാക്കി 2/3 അനന്തരാവകാശ നിയമം വെച്ച് വിധിക്കാനുള്ളതാണ്. 60 വയസ്സ് വരെയൊക്കെ അള്ളാഹ് ഇബാദത്ത് ചെയ്ത് മരിച്ചു പോകുന്ന ആണും പെണ്ണും, വല്യാപ്പയും വല്യമ്മയൊക്കെ മരിച്ചു പോകുന്നവരെന്ന് സങ്കല്പിക്കുക. 60 വയസ്സ് കഴിയുമ്പോൾ രണ്ടാൾക്കും മരണമാസന്നമാകും. അവര് വസിയ്യത്ത് ചെയ്യുന്നതിൽ അനീതി ചെയ്യും. അതുകൊണ്ട് അവർക്ക് നരകം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 60 വയസ്സ് വരെ നന്നായിട്ട് ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് ജീവിച്ച് നല്ല ഉമ്മിമാപ്പയാണ്. പക്ഷെ മരിക്കുമ്പോൾ ഒരു വസിയത്ത് ചെയ്ത് വെക്കും. എന്റെ കുട്ടിക്ക് ഇങ്ങനെ അത് ചെറിയോന് ഇത്ര കൊടുത്താൽ മതി, മറ്റോന് ഇത്ര വേണ്ട എന്ന് പറഞ്ഞ് വസിയത്ത് എഴുതി വെക്കുമ്പോ ഓരോ മക്കൾക്ക് ഓഹരി കൊടുക്കുമ്പോ അതിലേറ്റ വ്യത്യാസം ചെയ്യും. ആ ഒരു അമല് കൊണ്ട് അവർക്ക് നരകം കിട്ടേണ്ടി വരും. കാലാകാലം എന്നല്ല, ആ ചെയ്ത പണി തെറ്റാണ്, നരകം കിട്ടുന്ന പണിയാണത്. മക്കളോട് നീതി